ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിതേ മട്ടിൻ്റെ മുകളിൽ നിന്ന് പായലും കരിയിലയുമായിട്ടുള്ളത് വാരിക്കൊണ്ട് വന്നതാണ്. അതാണ് ഞാൻ ചകിരിച്ചോറിന് പകരം ചേർക്കുന്നത്. മഴയാണെന്നും പറഞ്ഞ് ആരും കൃഷി ചെയ്യാതെ ഇരിക്കണ്ട. മഴയിൽ നമുക്ക് സംഭവിച്ചു പോണ എന്തെന്ന് വെച്ചാൽ, ഗ്രോ ബാഗിനകത്ത് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ അത് മണ്ണങ്ങ് കട്ടയായി കല്ല് പോലെ ആയിപ്പോവും. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മളെ കൃഷി പെട്ടെന്ന് തൈക്കതിന് കായ്ഫലമില്ലാതെ ആയി പോണത്. അതുണ്ടാവാതെ ഇരിക്കാൻ ഒന്നീ നമുക്ക് മഴമറ വേണം. നമ്മൾ മഴമറ ഉപയോഗിച്ചൊക്കെ ചെയ്യാനാണെങ്കിൽ അതൊക്കെ വലിയ കൃഷിക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്കത് പറ്റത്തില്ലല്ലേ. അപ്പോൾ ഈ കരിയില, ചകിരിച്ചോറിന് പകരം ഞാൻ ഈ കരിയിലയാണ് ചേർക്കുന്നത്. ആ കരിയില അടിയിലിട്ടിട്ട് അതിൻ്റെ പുറത്ത് മണ്ണിൽ ഞാൻ അടിവളമായിട്ട് കൊടുത്തിരിക്കുന്നത് ആട്ടുംപുഴുക്കയും വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും കൊടുത്തിട്ട് ഈ കരിയിലയുടെ പുറത്ത് ഈ മണ്ണ് 4 വശവും ഇട്ട് ബാഗ് കുലുക്കി നല്ലതുപോലെ വിസ്താരമാക്കി എടുക്കണം. അങ്ങനെ നിങ്ങൾ കൃഷി ചെയ്ത് നോക്കിക്കാണ്, നല്ല വിളവ് കിട്ടും. അപ്പോൾ എന്നിട്ട് അടിവളമായിട്ട് ഇത് കൊടുത്തതിൽ ഞാൻ കുഴിയെടുത്തിട്ട് സ്യൂഡോമോണസും വാമും ഇട്ടിട്ടാണ് ഞാൻ നടുന്നത്. പയറിനാണെങ്കിൽ ഞാൻ കരിയില ഇട്ടിട്ട് അതിൻ്റെ 4 വശവും ഓരം ചേർന്ന് ആ ബാഗിൻ്റെ ഓരത്തായിട്ട് 4 വശവും ചാരമിട്ടിട്ടാണ് മണ്ണിടുന്നത്. മണ്ണിട്ടിട്ട് അതിൽ നടുക്കൊരു കുഴിയെടുത്തിട്ട് അതിൽ വാമും സ്യൂഡോമോണസും ശകലച്ച് 5 മില്ലി മതി, 5 ഗ്രാം മതി ഇട്ടിട്ട് ആണ് തൈ വേര് പിടിക്കാനും കീടബാധയൊന്നും ഉണ്ടാവാതെ ഇരിക്കാനാണ് സ്യൂഡോമോണസ് ഇടുന്നത്. ഇട്ടിട്ട് ആ വലിയ ഗ്രോ ബാഗ് ആയതുകൊണ്ട് ഞാൻ 2 പയർ തൈയാണ് ഒത്തു നടുന്നത്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തൈ ഇളകി വേരിന് ക്ഷതമേക്കാതിരിക്കാൻ ഇച്ചിരി എടുക്കുന്ന സമയത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ ഇളക്കിയെടുത്താൽ മതി. എന്നാൽ വേരിനും ആ മണ്ണിനും ഒന്നും ഒരു പ്രശ്നം വരില്ല. അപ്പോൾ മഴയാണെന്നും പറഞ്ഞ് ആരും കൃഷി ചെയ്യാതെയൊന്നും ഇരിക്കണ്ട. മഴമറ ഇല്ലാത്തത് കൊണ്ടും കൃഷി ചെയ്യാതെ ഇരിക്കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ.